ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമായില്ലേ, മഴ കാണാനും ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ്. എന്നാലും മഴക്കാലത്ത് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ല എന്നൊരു തോന്നൽ തോന്നും. എത്ര ക്ലീനാക്കിയാലും അത് ക്ലീനായിട്ടില്ല എന്നൊക്കെ തോന്നും അല്ലേ. എന്തായാലും ഇവിടെ ഇന്നലെ നല്ല മഴ ചെയ്തിട്ടാ. 2-3 ജില്ലകളിൽ ഇന്നലെ റെഡ് അലർട്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. രാവിലെ തുടങ്ങിയ മഴയാണ്. മഴക്കൊരു ഒഴിവുണ്ടായിട്ടില്ല. ഈ മഴക്കാലത്ത് നമുക്കിങ്ങനെ നല്ല എവിടെയെങ്കിലും ചുരുണ്ടിരിക്കാൻ അങ്ങനെയൊക്കെ തോന്നൂല്ലേ, അല്ലെങ്കിൽ കിടന്നുറങ്ങാനൊക്കെ നല്ല രസമാണ്. പക്ഷേ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. നേരത്തെ എണീറ്റിട്ട് മക്കളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെ പറഞ്ഞയക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. മോനാണ് സാധാരണ മീനിന് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുക്കൽ കേട്ടോ, തീറ്റൊക്കെ ഇട്ട് കൊടുക്കൽ. അപ്പോൾ അവന് രാവിലെ സ്കൂൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിട്ട് വന്നിട്ട് പിന്നെ മദ്രസയ്ക്കും പോവും. പിന്നെ ടൈമില്ല അവനക്ക്, 8:30-8:45 മദ്രസ വിട്ട് വരാൻ. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഈ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. എൻ്റെയൊക്കെ പറയും, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും മിണ്ടാപ്രാണികളോ ജീവികളോ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ മറക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് ഇട്ടുകൊടുക്കുകയാണ് ഫസ്റ്റായിട്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ മഴ അടച്ചു പിടിച്ചാൽ ചിലപ്പോൾ അത് മറന്നു പോകും. ഞാൻ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആണ്ടിലൊരു ദിവസം എന്നുള്ള രീതിയിലാണ് വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോകുള്ളൂ കേട്ടോ. അഥവാ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വിളിച്ചിട്ട് ചോദിക്കൽ, മീന് ഫുഡ് കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിക്കണമെന്നാണ് ചോദിക്കൽ. അപ്പോൾ വീട്ടിൽ കൂടുതൽ ജീവികളൊന്നും വെക്കാതിരിക്കുക നല്ലത്, അല്ലെങ്കിൽ ഇക്കാക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഈ ഫിഷ് പോണ്ടിലും പിന്നെ സൈഡിൽ കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്, അതിലും ഒക്കെ മോന് കുറേ ഗപ്പികളും അതും ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനക്കിപ്പോൾ നേരമില്ലാത്തത് കൊണ്ട് അവറ്റങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുറ്റത്ത് കുറച്ച് ഇലകളൊക്കെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് മുറ്റടിക്കലില്ല, മഴ ആയത് കാരണം കൊണ്ട്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഞാനങ്ങനെ നിന്നിട്ട് അടിച്ചു വരുന്ന ഒരു ചൂലുണ്ടായിരുന്നല്ലോ, നല്ല സുഖമായിരുന്നു അതായിട്ട് അടിക്കാൻ. അത് കേടായി. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചും കൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, ഡെറ്റോളാണ്. ഡെറ്റോളിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കണത്. ഇപ്പോൾ ഈ ഈച്ചൻ്റെയും പ്രാണികളുടെ ഒക്കെ ശല്യം ഇങ്ങനെ വരുമല്ലോ, മഴക്കാലമായിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡെറ്റോൾ ആകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയാണ്, നമുക്ക് ഹൈജീനിക്കാണ്, നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ പലതും മാറ്റിയിട്ട് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഡെറ്റോൾ ഉപയോഗിക്കലുണ്ട്, ആഴ്ചയിൽ മാറ്റി വെക്കലുണ്ട്. പിന്നെ എന്താണ് ഹാൻഡ് വാഷ്, ലൈസോള് ഒക്കെ മാറി യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര കണ്ടൊരു പ്രാണിശല്യം ഈച്ച ശല്യമൊന്നും ഇല്ല നമുക്കിവിടെ. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗവും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നുണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ മഴ കഴിഞ്ഞാലും ഉള്ളിൽ നിന്ന് പണിയെടുക്കാമല്ലോ. മഴ വരുന്നതിൻ്റെ മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കിണറ്റിലൊക്കെ വന്ന് നോക്കട്ടെ, ഞങ്ങൾ കിണറൊക്കെ നിറയാനായിട്ടുണ്ട്. എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടാവില്ലേ, നമുക്കിവിടെ വെള്ളത്തിന് ക്ഷാമമില്ലാത്ത സ്ഥലമാണ്. കിണറൊന്നും അങ്ങനെ വറ്റൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് വേഗം നിറയുകയും ചെയ്യും. അങ്ങനെ ഞാനിതാ അങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ടാ ഈ ഒരു ഇതൊക്കെ റംബുട്ടാൻ്റെ മരം കേട്ടോ. മരമായിട്ടില്ല, ഒരു തയ്യാണ്. അതും കൊണ്ട് വളഞ്ഞ് നിൽക്കുക. അതിന് എന്താ കാറ്റോണ്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് ഒടിച്ചെടുത്ത് നല്ല ഹൈറ്റിൽ ഇങ്ങനെ നീണ്ടു പോവുമായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷേ കമ്പ് അത്ര അതിൻ്റെ തടിയായിട്ടുമില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ കാറ്റടിച്ചപ്പോൾ വളഞ്ഞു പോയത്. ഇനിയിപ്പോൾ നമ്മൾ ഒടിച്ച് കളയുക അല്ലെങ്കിൽ വെട്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ചില്ലകളൊക്കെ വന്നിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാണ് നല്ലത്. കുറേ നമ്മൾ തൈകൾ ഉയർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കായ പിടിക്കുമ്പോൾ പൊട്ടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ബാക്ക് സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പോകാൻ നിർത്തി. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, കഴുങ്ങിൻ്റെ ഇതൊക്കെ വീഴും, ഇലകൾ വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കളയാം. മൊത്തം പെറുക്കി കളയാനായിട്ട് അടിച്ചു വരുന്നില്ല. അപ്പോൾ മെറ്റലൊക്കെ ഈ സൈഡിലൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ കൂടുതൽ കച്ചറകളും കാര്യങ്ങളൊന്നും അങ്ങനെ വീഴില്ല കേട്ടോ. ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും നമ്മൾ എത്ര കഴുകിയിട്ടാലും വൃത്തിയാക്കിയല്ലാണ്ട് വൃത്തിയായിട്ടില്ല എന്നങ്ങോട്ട് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു 2 പ്രാവശ്യമൊക്കെ എന്തായാലും ഒരു ദിവസം ഞാൻ കഴുകിയിടലുണ്ട്. ചളികളായിട്ടൊന്നും തെറിക്കാനൊന്നുമില്ല, എന്നാലും വെള്ളമൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വൈപ്പറായിട്ട് ഇങ്ങനെ വടിച്ചു കൊടുക്കലുണ്ട്.
വേനൽക്കാലമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ അതാണ്ട് ഉണങ്ങിയിട്ട് അങ്ങോട്ട് വൃത്തിയിൽ കിടക്കും. മഴക്കാലത്ത് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പണികളൊക്കെ എക്സ്ട്രാ ഉണ്ട്. എന്തായാലും ഞാനിവിടെ കണ്ട് ക്ലീനാക്കിയിട്ട് മഴ പെയ്യുന്നതിൻ്റെ മുന്നാണ്ട് ഉള്ളിലേക്ക് കയറാമെന്ന് എഴുതിയതാണ്. പിന്നെ നമ്മുടെ കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിണറ്റിലും കുളത്തിലൊക്കെ പെട്ടെന്നുണ്ട് വെള്ളം കയറും മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നുണ്ട് ഇറങ്ങണ ഭാഗത്ത് തന്നെയാണ് കുളം. ആദ്യം കിച്ചൻ്റെ ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഒന്നും കൂടി അടുത്തായി. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഇറങ്ങണത് തന്നെ കുളത്തേക്ക് തന്നെയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ കുളത്തേക്ക് ഒരു മറവ് ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വെച്ച് പിടിപ്പിച്ചാട്ടെ, എന്താ പറയുക, ചീമക്കൊന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണിത് തോന്നുന്നുണ്ട്. അതന്നെ ഒന്നുകൊണ്ട് പേരിട്ടാം. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തത് എന്നിങ്ങനെ കുളത്തിൻ്റെ 4 സൈഡിലും ഈ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പൊന്തി വന്ന കുളത്തേക്കൊരു മറവായിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. പിന്നെ അവിടെ അപ്പുറത്തൊരു മതിലും കാര്യങ്ങളൊക്കെ കാണില്ല, അതൊക്കെ പള്ളിയാണ്. അപ്പോൾ ആണുങ്ങളൊക്കെ അങ്ങനെ പോണതൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ അതിൽ കുളിക്കലുണ്ട്, പുറത്തുനിന്ന് കുട്ടികളൊന്ന് കുളിക്കലുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും ആദ്യമൊക്കെ സ്ത്രീകളൊക്കെ ഫുള്ള് ഇതിൽ നിന്നാണ് കുളിച്ചിരുന്നത്. അന്ന് ബാത്റൂമും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്ര പണ്ടൊക്കെ കേട്ടോ. എനിക്കറിയില്ല, ഇവരൊക്കെ പറഞ്ഞ കഥകളാണ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും അത്യാവശ്യം എപ്പോഴും ആളുള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഇവിടെ ആരും ഇല്ലാതായി. ഞാനങ്ങനെ ഇറങ്ങലില്ല. പിന്നെ മക്കളൊക്കെ ഇറങ്ങിയിട്ട് നീന്തലും കാര്യങ്ങളൊക്കെ ഒരുവിധം ഈ ഒരു ഭാഗത്തുള്ള എല്ലാവരും വന്ന് നീന്തൽ പഠിച്ച കുളമാണിത്. പിന്നെ പുറത്തുനിന്നുള്ള ചെക്കന്മാരൊക്കെ ഇറക്കാത്തത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും കുട്ടികളായിരിക്കും, സൗണ്ടും ബഹളമൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാനതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടാ ഞാൻ വേഗം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള പണികളൊക്കെ നമുക്കിങ്ങനെ സാവധാനം ചെയ്യാം. മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഒരു സ്മെല്ല് മാതിരി തോന്നൂല്ലേ, ഒരു എന്തൊരു മണം പോലെ, എന്താണെന്നറിയില്ല അത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് ഒന്നും കൂടി വൃത്തിയാക്കൽ കുറച്ച് കൂടുതലായിട്ട് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഡെറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് വെച്ചുള്ള സംഭവങ്ങൾ വെച്ചിട്ടോ ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലൊന്നും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവില്ല. ഇന്നിപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കണത്. അപ്പോൾ മക്കളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സ്കൂൾക്ക് പോകാൻ നേരത്തുള്ള ധൃതിയിൽ എടുത്തിട്ടുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ട് പിന്നെ ഈ ക്ലീനിങ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ വീടും നമ്മളും എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ മേൽഭാഗങ്ങളൊക്കെ ഡെറ്റോൾ വെച്ചിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത്. നമ്മളെ ടേബിള് പിന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഡെറ്റോളിൽ തുണി പിഴിഞ്ഞിട്ടാണ് കേട്ടോ തുടച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിലം തുടക്കാൻ വേണ്ടി പോവാണ്. നിലം തുടക്കാനുള്ളതിൽ ഞാൻ പുൽത്തൈലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും നല്ല സ്മെല്ലുള്ളതല്ലേ. അപ്പോൾ ഈച്ചൻ്റെയും പ്രാണീൻ്റെ ഒക്കെ ശല്യം കുറയാൻ നമുക്ക് എന്നും തുടക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ടൈല് പെട്ടെന്ന് ക്ലീൻ ആവാനും പിന്നെ എണ്ണമെഴുക്ക് അങ്ങനെയൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കാനും ലൈസോളാണ് നല്ലത്. പക്ഷേ നമുക്കിങ്ങനെ മാറി മാറി ഉപയോഗിക്കുക. ഒരു ദിവസം ലൈസോൾ ഉപയോഗിച്ചാൽ പിറ്റത്തെ ദിവസം എന്തെങ്കിലും സ്മെല്ലിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുൽത്തൈലം അല്ലെങ്കിൽ പെനോയിൽ യൂസ് ചെയ്യലുണ്ട് ചിലരൊക്കെ, തുടക്കണയിൽ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ എന്നോടൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെനോയിലാണ് ഉപയോഗിക്കൽ അതുകൊണ്ട് ക്ലീൻ ആവുമോ എന്നുള്ളത്. കുറേ മുന്നേ ഞാൻ തുടക്കണ ഇതിൽ ലൈസോൾ ഒഴിക്കലുണ്ട്, അപ്പോൾ ചോദിച്ചതാണ്. സാമ്പത്തികമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനോയിലാണ് നമുക്ക് ലാഭം. ചെറിയൊരു പെനോയിലിൻ്റെ എസൻസ് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ 2-3 ബോട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അത് കുറേ യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നവർ ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും ലൈസോൾ ഇട്ട് തുടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ ലൈസോൾ വാങ്ങാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ബോട്ടിൽ ലൈസോൾ വാങ്ങിയാൽ കുറേ മാസങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ദിവസങ്ങൾ പെനോയിൽ വെച്ചിട്ട് തുടച്ചാലും മതി. എന്നാലും നമ്മളെ ടൈലിനൊക്കെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. നമ്മളെ ടൈലിൽ ഒരു ഒട്ടിപ്പ് കാര്യങ്ങൾ ചവിട്ടുമ്പോൾ ഒരു നല്ല ക്ലീനായിട്ടും വൃത്തിയായിട്ടും തോന്നണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈസോൾ ഇട്ടിട്ട് ആഴ്ചയിലൊരു പ്രാവശ്യം തുടച്ചാൽ മതി. അങ്ങനെ ഈ ടൈലിങ്ങനെ പിന്നെ നല്ലൊരു തിളക്കം തോന്നും കേട്ടോ. നമ്മൾ പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ മാറി മാറി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, കൂടുതലും ഞാൻ ലൈസോൾ ഇട്ടിട്ട് ഞാൻ തുടക്കുക. അത് എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതിട്ടിട്ട് തുടച്ചാൽ എനിക്കൊരു സംതൃപ്തി ആവുള്ളൂ. ഒറ്റ പ്രാവശ്യം ഞാൻ തുടക്കുകയുള്ളൂ. അത് തൊഴിച്ചിട്ടാണ് തുടക്കലാണ്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ ഒരു ഇടയ്ക്കൊരു പുൽത്തൈലും ഡെറ്റോളൊക്കെ യൂസ് ചെയ്യലിട്ടാ. അപ്പോൾ സ്മെല്ലിങ്ങനെ മാറി മാറി കൊടുക്കുന്നതാണ് ഈച്ചയും പ്രാണിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൈസോളും അത്യാവശ്യം സ്മെല്ലുള്ളതാണ്. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മെഷീനിലിട്ടതൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇനിയിപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
മുകളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാ ഓല വീണെടുക്കുന്നുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ കാറ്റിനാ തോന്നുന്നുണ്ട്. ഇന്നലെ ഒരു മിന്നൽ ചുഴലി എന്ന് പറഞ്ഞിട്ടൊരു ചുഴലി പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മളവിടെ ഒരു കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയോ വീണിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എല്ലാ ഭാഗത്തുനിന്ന് വന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിലും നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം ടെറസിൻ്റെ മുകളിൽ കെട്ടി നിർത്തരുത്, എപ്പോഴും വെള്ളം ഒഴിവാക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കിനിവ് വരും കേട്ടോ. എന്താ ചുമരൊക്കെ കേട് വരില്ല. ചില വീടുകളിൽ കാണാം അങ്ങനെ ചുമരൊക്കെ ഇങ്ങനെ എന്തോ പോലെ കളർ വീണിട്ടുണ്ടാവും. ഈ വെള്ളത്തിൻ്റെ കിനിവാണത്. അപ്പോൾ നമ്മളെ വീട് കുറേ ആയില്ലേ വർഷമായിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഇതുവരെ കിനിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെരിഞ്ഞ വാർപ്പാണ് മുകളിലൊക്കെ, അതുകൊണ്ടായിരിക്കും വെള്ളത്തിൻ്റെ കിനിവൊന്നുമില്ല. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിലും കയറി വന്നിട്ട് ഈ ഹോളൊക്കെ അടഞ്ഞിക്കണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും, ഇലകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എന്നിട്ട് വെള്ളം ഒഴിവാക്കി കൊടുക്കും. ഇന്ന് മോന് പോയിട്ടില്ല, അവന് വലിയൊരു സുഖമില്ല, അപ്പോൾ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മഴയല്ല, എന്തെങ്കിലും പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി കൊണ്ടുവരാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകണ്ടെന്ന് എഴുതി. അങ്ങനെ ഞാൻ പിന്നെ ഇതാ തുണിയൊക്കെ ഇവിടെ കൊടുന്നിട്ടാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പുറത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കുളിക്കലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മഴക്കാലത്ത് നമുക്ക് ആണ്ട് എന്താ പറയുക, മഴ കൊള്ളും, പിന്നെ അത്ര കണ്ട് ക്ലീനാക്കിയാൽ ആയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ക്ലീനിങ് പണി കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ എത്തി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ മട്ടന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ മട്ടൻ കൊണ്ടലില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര പിടിക്കലില്ല, അതിൻ്റെ ഒരു ചുവ വരുമല്ലോ. അപ്പോൾ അതില്ലാതാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഗരം മസാല പൗഡർ ഒരു 1/2 സ്പൂൺ 3/4 സ്പൂണോളം ഉണ്ടാവും. ഒരു വലിയ സ്പൂൺ നിറയെ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിച്ചത്. അപ്പോൾ അതും കൂടി ഇട്ട് ഉപ്പിട്ടിട്ട് കുഴച്ചിങ്ങാണ്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മട്ടൻ കറി പിന്നെ ഉമ്മയുടെ കഴിക്കും, പിന്നെ ഞാനും വലിയ ഇഷ്ടമില്ല കേട്ടോ. ചില മട്ടൻ നല്ല ചുവ വരും തോന്നും, ചിലത് അത്ര തോന്നില്ല. അപ്പോൾ ബിരിയാണി ആക്കി കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾ കഴിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഈ 2 പീസ് അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മല്ലിയില ഇല്ല കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് കണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും ഞാൻ കറിവേപ്പില മട്ടൻ ബിരിയാണിയിൽ ഇടലുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കലുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 വെല്ലുള്ളി ഉണ്ട്. 6 വെല്ലുള്ളി ഉണ്ട്. അപ്പോൾ മസാല ബിരിയാണിയിൽ നല്ല വേണം ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളി കൂടുതൽ എടുക്കലുണ്ട്. അപ്പോൾ അത് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കൽ. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി അങ്ങനെ അടി പിടിക്കണ പോലെ തോന്നിട്ടാ. അപ്പോൾ ആ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കുറച്ചൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക, കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 4 തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അത് സിമ്മിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് ഒന്നും കണ്ട് കുതിർന്നതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 3/4 കിലോന് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മട്ടനുള്ളത് ഒരു 1/2 കിലോനായിരിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അരിട്ട് കൊടുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ആ ബിരിയാണി ലീഫ് എന്താ പറയുക അതിന്, അതന്നെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അരി വേവിക്കണ വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഒട്ടാതെ നമുക്ക് കിട്ടും.
അങ്ങനെ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ കൂടി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനിതൊക്കെ ഒരു 1.5 സ്പൂൺ ഇതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് ഉള്ളത് മട്ടന്, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ ഒരു ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് നല്ലതാണ്. അപ്പോൾ ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കരിയാതെ നമ്മൾ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബിരിയാണി മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയാട്ടോ, അതുകൊണ്ട് നല്ല സ്മെല്ലും ചൊയവൊക്കെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയുള്ള ബിരിയാണി മസാല വീട്ടിലുണ്ടാക്കി വെക്കണം നല്ലത്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്രയും പൊടികളും മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കലില്ല ഇപ്പോൾ ബിരിയാണിയിൽ. പിന്നെ എന്താ നമ്മൾ ബിരിയാണി മസാല മാത്രം, ഗരം മസാല പൗഡറൊക്കെ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ മട്ടൻ്റെ ഒരു ചൊവ്വ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യൽ. അങ്ങനെ നന്നായിട്ട് മസാലയിലിട്ടിട്ട് ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മട്ടന് ഇട്ടെടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ഇതൊക്കെ വേവിച്ചെടുത്ത വെള്ളമൊക്കെ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അതാ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ആ മട്ടൻ്റെ ചൊവ്വ ഒന്നുകൊണ്ട് മാറിയിട്ട് നല്ലൊരു സ്പൈസി, നല്ലൊരു മസാലൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം ഞാൻ കൂടുതൽ നേരം വെക്കൂട്ടാ. അപ്പോൾ ഇതിലൊക്കെ ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മട്ടനിൽ അപ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്നൊരു 10 മിനിറ്റോളം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റുള്ള മട്ടനായിട്ട് വരും. ഇങ്ങനെ നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ മട്ടൻ്റെ ഒരു ചുവ കുറച്ചുകൊണ്ട് മാറിക്കിട്ടും, നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ മസാലയായി മാറും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ വെള്ളമില്ലാതെ ഇങ്ങനെ മട്ടന് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞാനിതാ പറഞ്ഞില്ലേ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നല്ലൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയിടുക. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് 6 kg നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, ബ്ലാക്ക് കളറുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നെയ്യും ക്യാരറ്റും ഈ കിസ്മിസും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ബിരിയാണിയിൽ കുറേ ഇട്ട് കൊടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് മുന്തിരി കഴിക്കുന്ന രസമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒരു ദമ്മിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റോളം. പിന്നെ ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫാക്കിയിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാനൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയും റൈസും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ലഞ്ച് കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക, ഹൈപ്പ് ചെയ്തേക്കുക. പിന്നെന്താ പറയുള്ളത്, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിലേക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.